ബ്രോഡാഡി സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ നടൻ പൃഥ്വിരാജ് രംഗത്തെത്തി. പീഡന വിവരം അറിഞ്ഞ ഉടൻ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ ജോലിയിൽ നിന്ന് നീക്കിയെന്നും പോലീസിന് മുന്നിൽ ഹാജരായി നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായും വാട്സപ്പ് പ്രതികരണത്തിലൂടെ പൃഥ്വിരാജ് വ്യക്തമാക്കി. ആരോപണം ഉയർന്ന ശേഷം ആദ്യമായാണ് പൃഥ്വിരാജ് മറുപടിയുമായി എത്തുന്നത്. പീഡനം നടന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായ വിവരവും 2023 ഒക്ടോബറിൽ എമ്പുരാന്റെ ഫസ്റ്റ് ഷെഡ്യൂളിനിടെ ചീഫ് അസോസിയേറ്റ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതുവരെയും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. വിവരം അറിഞ്ഞ അന്നു തന്നെ അയാളെ ഷൂട്ടിങ്ങിൽ നിന്നും മാറ്റി. പോലീസിന് മുന്നിൽ ഹാജരാകാനും നിയമ നടപടിക്ക് വിധേയനാകാനും നിർദ്ദേശിച്ചതായി പൃഥ്വിരാജ് പറയുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് ബ്രോഡാഡിയിൽ അഭിനയിക്കാൻ എത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിനെ മയക്കുമരുന്ന് കലർത്തി ജ്യൂസ് നൽകി പീഡിപ്പിച്ചുവെന്നാണ് നടി പരാതിയിൽ വ്യക്തമാക്കിയത്. 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം. വാഹനസേനയിൽ അഭിനയിക്കാനെത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും സീനിൽ അവസരം തരാമെന്നും പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു. മുറിയിലെത്തിയ മൻസൂർ റഷീദ് നൽകിയ ജ്യൂസ് കുടിച്ച ശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്നും ബോധ്യമായതായും നടി പറയുന്നുണ്ട്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ച് വീട്ടിലേക്ക് പോയി. പിന്നീട് രാവിലെ ഇവരുടെ നഗ്നചിത്രം അയച്ചു കൊടുത്തിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പണം ആവശ്യപ്പെട്ടു. പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിൽ ഗച്ചിബൗളി പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തു. പിന്നീട് ഈ ചിത്രം കാണിച്ച് പലപ്പോഴായി പണം വാങ്ങിയെന്നും നടി പറയുന്നുണ്ട്. ഇത്തരമൊരു കേസ് നിലനിൽക്കുമ്പോഴും ഇയാൾ സിനിമകളിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെ വലിയ രീതിയിൽ തന്നെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അതിജീവിതക്കൊപ്പം നിൽക്കുന്ന താരം സ്വന്തം സെറ്റിലെ അതിക്രമത്തിനെതിരെ എന്ത് പറയുന്നു എന്നായിരുന്നു ഉയർന്ന ചോദ്യങ്ങളിലേറെയും. അത്തരം വിമർശനങ്ങൾ കൂടിയാണ് പൃഥ്വിരാജ് മറുപടി നൽകിയത്.